നമസ്കാരം. തുടർച്ചയായി രണ്ടാം തവണയും കേരളത്തിൽ ഭരണത്തിൽ വന്നത് സ്വാഭാവികമായും പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട്. മുൻപൊരിക്കലും ഇങ്ങനെ തുടർച്ചയായി ഒരു മുന്നണിയും കേരളം ഭരിച്ച ചരിത്രമില്ലാത്തതും ഇത്തരമൊരു വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണമാണ്. സോഷ്യൽ മീഡിയകളുടെ പുതിയ കാലത്ത് തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന രാജ്യത്തെ ഏത് സർക്കാരും നേരിടേണ്ടി വരുന്ന വെല്ലുവിളി തന്നെയാണിത്. കേരളത്തിലാകട്ടെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. അതെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ ചെയ്യേണ്ട ജോലി കൃത്യമായി സർക്കാർ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾ പ്രതികരിക്കും. നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലം തന്നെ എടുക്കാം. അതായത് നമ്മുടെ രാജ്യം ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാർ. ഇവരിപ്പോൾ മൂന്നാം തവണയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്, BJP ഭരിക്കുന്നത്. അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. രണ്ടാം തവണ BJP സർക്കാരിനെതിരെ വലിയ രീതിയിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായാലും ജനങ്ങൾ മൂന്നാമത് നരേന്ദ്രമോദി സർക്കാരിനെ രാജ്യം ഭരിക്കാൻ ആ കൈവെള്ളയിൽ നമ്മുടെ ഭാരതത്തെ വെച്ചു കൊടുക്കില്ലായിരുന്നു. കാരണം അവിടെ നരേന്ദ്രമോദി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ, ജനങ്ങളിലേക്ക് എന്താണോ അടിസ്ഥാനപരമായി അവർ ആഗ്രഹിക്കുന്നത്, അത് കൃത്യമായി തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ ടീം അവരുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. വെള്ളത്തിന് വെള്ളം, ഭക്ഷണത്തിന് ഭക്ഷണം, വൈദ്യുതിക്ക് വൈദ്യുതി ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ, അവർക്ക് വേണ്ട ലോണുകൾ, അവർക്ക് വേണ്ട തൊഴിലിടങ്ങൾ എല്ലാം തന്നെ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കൊരു കുഴപ്പമില്ല. ഇവിടെ എന്താണ്, കേരളത്തിൽ പിണറായി സർക്കാർ അടിച്ചു പൊളിക്കുകയാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവർ വിദേശ രാജ്യങ്ങളിൽ പോയി ഉല്ലസിക്കുന്നു. മന്ത്രിമാർ ഓരോ മാസവും വിദേശ രാജ്യത്ത് പോയിട്ട് ആ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരുന്നില്ല എന്നതാണ് വസ്തുത. സപ്ലൈകോയിലടക്കം സർക്കാർ ആശുപത്രിയിലടക്കം മരുന്നുകളില്ല. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 1 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന, 2 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന മരുന്നുകൾ മാത്രമേ നമ്മുടെ സർക്കാർ ആശുപത്രികളിലുള്ളൂ. കൂടാതെ ഇപ്പോൾ കുട്ടികൾക്ക് പോലും ആശുപത്രിയിൽ 5 രൂപ കൊടുത്ത് OP ടിക്കറ്റ് എടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിരിക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല, ഒന്നും തന്നെ ഇല്ലാതെ മണിക്കൂറോളം ജനങ്ങൾ ക്യൂ നിൽക്കുന്നു. അവിടെ നേട്ടം കൊയ്യുന്നതാകട്ടെ സ്വകാര്യ ആശുപത്രികൾ. ഒരു OP ടിക്കറ്റ്, അതായത് സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് നമ്മളൊരു OP ടിക്കറ്റ് എടുത്ത് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു രോഗിയുടെ കയ്യിൽ നിന്നും 1500 അല്ലെങ്കിൽ 3000 രൂപയെങ്കിലും ഒരു ഡോക്ടർ വാങ്ങും. കൂടാതെ ഒരാവശ്യമില്ലെങ്കിലും അതിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൂടെ അവർ ഒരു ഓപ്പറേഷൻ എന്ന അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ എന്ന ഒരു സംവിധാനത്തിലേക്ക് അവർ കൊണ്ടെത്തിക്കും. അങ്ങനെ വെച്ചിട്ടാണ് വമ്പൻ സ്വകാര്യ ആശുപത്രികൾ നമ്മുടെ കയ്യിൽ നിന്നും, അതായത് സാധാരണക്കാരായ രോഗികളുടെ കയ്യിൽ നിന്നും, ജനങ്ങളുടെ കയ്യിൽ നിന്നും അവർ പൈസ വാങ്ങുന്നത്. അവിടെ അതിനെ ഒന്ന് തടയിടാൻ നല്ല രീതിയിലേക്ക് ഒരു ആശുപത്രി സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇഷ്ടം പോലെ കേന്ദ്ര സർക്കാർ തന്നെ ഒരുപാട് ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. അവിടെ കൃത്യമായി ഉപകരണങ്ങളില്ല. കോടികൾ ചെലവഴിച്ച് ഉപകരണങ്ങൾ എത്തുന്നുണ്ടെങ്കിലും അതിനുവേണ്ട ഭാഗങ്ങൾ, അതിനുവേണ്ട പാർട്സുകൾ ഉപകരണത്തിനില്ല. പിന്നെ എങ്ങനെ ഉപകരണം പ്രവർത്തിക്കുമെന്നാണ് ഡോക്ടർമാർ തന്നെ ചോദിക്കുന്നത്. ഉപകരണം എത്തിയിട്ട് കാര്യമില്ലല്ലോ, അത് പ്രവർത്തിക്കണം. അത് വണ്ടി എത്തിയിട്ട് കാര്യമില്ല, വണ്ടിക്കകത്ത് പ്രവർത്തിക്കാൻ ഇന്ധനം വേണം. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഇവിടെ ഡോക്ടർമാർ തന്നെ ഉയർത്തി കാണിക്കുന്നത്. CPM വിരുദ്ധ ചേരിയാണ് ഈ മേഖലകളെ നിലവിൽ അടക്കി ഭരിക്കുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളെ വില്ലന്മാരായ ജനങ്ങൾക്കിടയിൽ ചിത്രീകരിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും വലിയ പങ്കാണുള്ളത്. അതായത് ഇനി വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ഏറ്റുമുട്ടേണ്ടി വരിക മാധ്യമങ്ങളോട് കൂടിയാണെന്ന് ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടതുണ്ട്. നിറം പിടിപ്പിച്ച കഥകളും അതിനായി ഇനി വ്യാപകമായി പ്രചരിക്കപ്പെടും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ ഫലം കണക്കിലെടുത്ത് മാത്രം ഇടതുപക്ഷത്തെ എഴുതിത്തള്ളാൻ ആർക്കും കഴിയില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായ വിഷയങ്ങളും വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും 2026 എത്തുമ്പോൾ ഈ ചിത്രമല്ല തെളിയുക. അവിടെ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. താഴെത്തട്ട് മുതൽ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി CPM ആണെന്നാണ് അവരുടെ അവകാശവാദം. എണ്ണയിട്ട യന്ത്രം പോലെ CPMന്റെ സംഘടനാ സംവിധാനങ്ങൾ ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും പ്രവർത്തിക്കും. എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അതല്ല. താഴെത്തട്ട് മുതൽ അത്തരമൊരു സംവിധാനം ഇപ്പോഴും കോൺഗ്രസിനില്ല. ഈ ന്യൂനത തിരിച്ചറിഞ്ഞാണ് സംഘടന തിരഞ്ഞെടുപ്പിൽ നടത്തി സെമി കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്ന് K. സുധാകരൻ മുമ്പ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസും CPMും എടുത്തു കഴിഞ്ഞാൽ CPMൽ തന്നെ വലിയ രീതിയിൽ അടി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശബരിമല വിഷയം എടുത്തു കഴിഞ്ഞാൽ അന്നു മുതൽ ഈ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയുടെയും നിലപാടിൽ CPMലെ നേതാക്കളൊന്നും തന്നെ യോജിച്ചു പോകുന്നില്ല. അവിടെ വിള്ളൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഒരു ഹിറ്റ്ലർ സ്വഭാവമാണ് അവിടെ കാണിക്കുന്നതെന്ന് AKG ഭവനിലെ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. സ്വന്തമായ പാർട്ടി കമ്മീഷൻ, സ്വന്തമായി കോടതി ഉൾപ്പെടെ സ്വന്തമായ അവർക്ക് തന്നെ മനുഷ്യാവകാശം, അവർക്ക് തന്നെ സ്വന്തമായ നിയമം ഉണ്ട് എന്നൊക്കെ CPM പറയുമ്പോൾ ഇത് ജനങ്ങളുടെ മനസ്സിൽ ഇവരൊരു വലിയൊരു ഗൂഢസംഘം അഥവാ ഒരു വലിയൊരു ഗുണ്ടാ സംഘത്തെ പോലെ ഈ പാർട്ടി മാറുന്നു എന്നത് സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ ജനങ്ങൾ തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്.
ജനങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് ജനങ്ങൾ കൊടുത്തില്ലെങ്കിൽ പണ്ടത്തെ പോലെയല്ല, ജനങ്ങൾ അപ്പോൾ തന്നെ പ്രതികരിക്കും, അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. അതാണ് നിലമ്പൂരിൽ ഉണ്ടായത്. CPM-ന്റെ ഒരു നട്ടലാണ്, അല്ലെങ്കിൽ CPM-ന്റെ ഏറ്റവും വലിയൊരു നേതാവാണ്, കരുത്തുറ്റ നേതാവാണ് എന്നൊക്കെ CPM-ലെ അണികൾ ഘോരം കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരുന്ന നിലമ്പൂരിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി സ്വരാജിനെ പോലും ജനങ്ങൾ കൈവിട്ടു. അത് അങ്ങേയറ്റം നാണക്കേടാണ്. സ്വരാജ് പഠിച്ച സ്കൂള്, സ്വരാജിന്റെ മണ്ഡലങ്ങൾ, അവയൊന്നും തന്നെ നല്ല രീതിയിൽ ശോഭിക്കാൻ സ്വരാജിന് കഴിഞ്ഞില്ല. അവിടെയൊക്കെ വലിയ രീതിയിൽ വോട്ട് ബാങ്ക്, ഒരു വലിയൊരു മുന്നേറ്റം അവിടെ UDF-ന് നടത്താൻ സാധിച്ചു എന്നത് CPM എന്ന പാർട്ടിയെ ജനങ്ങൾക്ക് വേണ്ട എന്നതാണ്. കാരണം ജനങ്ങൾക്ക് എന്താണോ ഒരു അടിസ്ഥാനകരമായ വികസനം, അത് കൊടുക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഓടി നടന്നുകൊണ്ട് നാടകൾ മുറിക്കുകയും വികസനം എന്ന വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻപുട്ട് കാണാതെ ഇരിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് തന്നെ CPM എന്ന പാർട്ടി ഒരു തുക്കടാ പാർട്ടിയാണെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ കഴിഞ്ഞ 2025 തെരഞ്ഞെടുപ്പിൽ BJP-യുടെ നീക്കം വരുമ്പോൾ അത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ BJP-യുടെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കൃത്യമായി BJP കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത്, കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് എന്ത് പദ്ധതി കൊണ്ടുവരുന്നു എന്നതെല്ലാം അവർ അക്കമിട്ട് കൃത്യമായി ഓരോ വീഡിയോ സഹിതവും ഓരോ ഒരു ഫ്ലാഷ് ആയിട്ട് സഹിതവും അവർ കൃത്യമായി തന്നെ നോട്ടീസ് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു റിസൾട്ടാണ്, അതിന്റെ ഒരു തെളിവാണ് 2024, അത് കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നമുക്ക് വലിയ രീതിയിൽ BJP-ക്ക് വലിയ രീതിയിൽ കേരളത്തിലടക്കം വോട്ട് ബാങ്ക് വർദ്ധിക്കാൻ സാധിച്ചത്. കൂടാതെ രാജീവ് ചന്ദ്രശേഖരനെ BJP-യുടെ തലപ്പത്തേക്ക്, അതായത് കേരളത്തിന്റെ BJP-യുടെ അധ്യക്ഷനായി നരേന്ദ്രമോദിയും അമിത്ഷായും അവരോധിച്ചതോടെ അത് വലിയൊരു വികസനത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ് മാറുന്നത്. കാരണം ഓരോ ടെക്നിക്കൽ തന്ത്രങ്ങൾ രാജീവ് ചന്ദ്രശേഖർ പയറ്റും. തിരുവനന്തപുരത്ത് അവസാനവട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ നിന്ന് വിയർത്തത് ശശി തരൂർ തന്നെയാണ്. കോസ്റ്റൽ ഏരിയ മാത്രം BJP-ക്ക് അടിപതറിയെങ്കിൽ ബാക്കി എല്ലാ മേഖലയും ശശി തരൂറിനൊപ്പം അതിനെക്കാട്ടി മികച്ചതായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരന് നിമിഷ നേരം കൊണ്ട് കേരളത്തെ, അതായത് തിരുവനന്തപുരം മേഖലയെ പിടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ BJP-യുടെ അധ്യക്ഷനാക്കിയിരുത്തിയാൽ കളി എന്താവുമെന്നത് കൂടുതലായിട്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2026 തന്നെ BJP-യുടെ ഒരു കൂട്ടം നിയമസഭയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഓരോ സർജിക്കൽ സ്ട്രൈക്കുകളും രാജീവ് ചന്ദ്രശേഖർ ഓരോ ദിവസവും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നീക്കമാണ് പിണറായി വിജയന് തന്നെ ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാകുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.